ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈസി ആയിട്ട് നമുക്ക് ഫീഡിങ് കുർത്തി എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മളിവിടെ ചെയ്യുന്നത് അംബ്രല്ല ഫ്രോക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് പോകുന്നത് യോക്ക് പാർട്ടാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഫാബ്രിക് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ചെസ്റ്റ് നമ്മൾ എടുക്കുന്നത് 11 ഇഞ്ചസ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ 1 ഇഞ്ചസ് അലവൻസും കൂടെ കൂട്ടിയിട്ട് 12 ഇഞ്ചസ് വിഡ്ത്തിലാണ് ഇതുപോലെ 4ആയിട്ട് ഫോൾഡ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ XXL സൈസിലാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലെങ്ത് 14 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മുകളിൽ ഈ ക്ലോസ് ആയ പോർഷനിൽ അവിടെ 1/2 ഇഞ്ചസ് അലവൻസിനായിട്ട് നമുക്കിതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡറും ആം ഹോളും 8 ഇഞ്ചസ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ചെസ്റ്റാണ്. ചെസ്റ്റ് 11 ഇഞ്ചസ് ആണ്, പ്ലസ് 1 ഇഞ്ചസ് അലവൻസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് 12 ഇഞ്ചസ് കിട്ടും. ഇനി നമുക്ക് വേസ്റ്റ് ലൈൻ കട്ട് ചെയ്തെടുക്കാം. വേസ്റ്റിൻ്റെ ആ ഒരു പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ബാലൻസ് വരുന്ന പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നെക്ക് വിഡ്ത്ത് 2 ഇഞ്ചസ് നമുക്ക് എത്രയാണ് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റിൻ്റെ പോർഷൻ 10 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അലവൻസ് 1 ഇഞ്ചസും കൂടി ഇട്ട് അപ്പം നമുക്ക് 11 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ആം ഹോൾ കർവ് കറക്റ്റായിട്ട് നമുക്കിതുപോലെ 1 ഇഞ്ചസ് മാർക്ക് ചെയ്തതിന് ശേഷം കർവ് ലൈൻ വരച്ചു കൊടുക്കാം. ഷോൾഡർ സ്ലോപ്പ് 1/2 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ലൈൻസ് നമുക്ക് ആ നെക്ക് വിഡ്ത്തില്ലേ ആ ലൈനിലേക്ക് നമുക്കിതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് ആം ഹോൾ ഇതുപോലെ ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കാം. അലവൻസ് ഇട്ടതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഷോൾഡർ സ്ലോപ്പ് 1/2 ഇഞ്ചസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്രണ്ട് പീസ് മാത്രം എടുത്തിട്ട് ഫ്രണ്ട് ആം ഹോൾ നമുക്ക് സെപ്പറേറ്റ് ഇതുപോലെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ഫീഡിങ് കുർത്തിയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൽ ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ 1 ഇഞ്ചസ് അലവൻസ് നേരത്തെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വിഡ്ത്ത് വേസ്റ്റ് ലൈൻ്റെ വിഡ്ത്ത് നമുക്ക് 10 ഇഞ്ചസ് ആണ്. അതിൻ്റെ 5 ഇഞ്ചസ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അവിടെ നിന്ന് നമുക്ക് ഒരു ലൈൻസ് മുകളിലേക്ക് 10 ഇഞ്ചസ് വരച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് 11 ഇഞ്ചസ് അലവൻസോട് കൂടി നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം. വേസ്റ്റ് പോർഷനിലെ സെൻറ്റർ പോർഷനും ഷോൾഡറിലെ സെൻറ്റർ പോർഷനും ഇതുപോലെ നമുക്ക് ജോയിൻ ചെയ്ത് 11 ഇഞ്ചസ് വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റിലാണ് ബസ്റ്റ് പോയിന്റ് വരുന്ന ഈ ഒരു പോയിന്റിലാണ് നമുക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ലൈൻ വരച്ചിട്ട് അപ്പുറത്തെ സൈഡിലും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ട്രേസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ യോക്ക് പാർട്ടിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനെ നമുക്ക് ലൈനിങ്ങും കൂടി കട്ട് ചെയ്തെടുക്കാം. അംബ്രല്ല ഫ്രോക്ക് കട്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് താഴെ ഈ ഒരു ബോട്ടം പോർഷനിൽ 1 ഇഞ്ചസ് നമുക്ക് ഇതുപോലെ കർവായിട്ട് ചരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡും തൂങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത് 28 ഇഞ്ചസ് ആണ്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. പുഷ് സ്ലീവ് ആണ് കേട്ടോ നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 28 ഇഞ്ചസ് ആണ് ചെയ്യുന്നത്. ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 10 ഇഞ്ചസ് ആണ്. അപ്പോൾ 10 ഇഞ്ചസ് നമ്മൾ എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ 8 ഇഞ്ചസ് ആണല്ലോ നമ്മൾ ആം ഹോൾ എടുത്തത്. ആം ഹോൾ പ്ലസ് 2 ഇഞ്ചസ് അങ്ങനെയാണ് 10 ഇഞ്ചസ് മാർക്ക് ചെയ്തത്. ഇനി നമുക്ക് സ്ലീവിൻ്റെ വിഡ്ത്ത് 10 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ ഒരു പോയിന്റിൽ നിന്ന് താഴേക്ക് 3 ഇഞ്ചസ് നമുക്ക് ക്യാപ്പ് ഹൈറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതുപോലെ കർവ് ലൈൻ ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബോട്ടം പോർഷനിലേക്ക് ജോയിൻ ചെയ്യാം. സ്ലീവിൻ്റെ ബോട്ടം റൗണ്ട് 6 ഇഞ്ചസ് ആണ്. അത് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അലവൻസോട് കൂടി നമുക്ക് ബാക്കി പോർഷൻ കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് സ്കേർട്ട് കട്ട് ചെയ്തെടുക്കാം. അംബ്രല്ല സ്കർട്ടാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഇതാ ഈ ഒരു ഫാബ്രിക്കാണ് എടുക്കുന്നത്. സ്കേർട്ടിന് വേറെ ഫാബ്രിക്കാണ് കേട്ടോ. ഇനി ഇത് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം കോണായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കും. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച യോക്ക് പാർട്ടിൻ്റെ ബാക്ക് പോർഷൻ എടുത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പം നമുക്ക് മുകളിൽ നിന്ന് എത്ര ലെങ്താണോ 13 ഇഞ്ചാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ 13 ഇഞ്ചസ് നമുക്ക് ഫുള്ളായിട്ട് ഇതുപോലെ കർവ് ലൈനായിട്ട് വരച്ചു കൊടുക്കാം. ഒരു 1/2 ഇഞ്ചസ് താഴെ നമുക്ക് അലവൻസും കൂടി വരച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 36 ലെങ്താണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അത് നമുക്കവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം.
ഇനി നമുക്കിതിൻ്റെ ഒരു സൈഡിൽ ജോയിൻറ്റ് പീസ് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ ബാക്കി വരുന്ന പീസിനെ ഇതുപോലെ അടിയിൽ വെച്ചിട്ട് നമുക്ക് മുകളിലത്തെ പീസ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മുകളിലത്തെ ആ ഒരു വേസ്റ്റിൻ്റെ പോർഷനും കട്ട് ചെയ്തെടുക്കാം. ഇനി നെക്കിൻ്റെ പോർഷനിൽ കൊടുക്കാനായിട്ട് നമുക്ക് ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഫസ്റ്റ് 1/2 ഇഞ്ചസ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നെക്ക് വിഡ്ത്ത് നമ്മൾ എത്രയാണോ എടുത്തത് അത് 2 ഇഞ്ചസ് നമുക്ക് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് ലെങ്ത് 6 ഇഞ്ചസ് ആണ്. അത് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു സ്ക്വയർ പോലെ വരച്ചെടുക്കാം. ഓക്കെ, ഇനി നമുക്കിതിൽ എന്താണ് നെക്ക് ഡിസൈൻ കൊടുക്കാനുള്ളത് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. ആദ്യം ജസ്റ്റ് ഫ്രീ ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം നല്ല നീറ്റായിട്ട് കറക്റ്റ് ലെങ്തിൽ നമുക്ക് വരച്ചെടുക്കാം. ഇനി ഇതിൻ്റെ പുറത്ത് വെച്ചിട്ട് 1 ഇഞ്ചസ് നമുക്കിതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ലൈൻസ് എല്ലാം കൂടി നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു പാർട്ടും കൂടി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഇത് ഫ്രണ്ട് പീസിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം അയൺ ചെയ്തെടുക്കാം. നല്ല നീറ്റായിട്ട് അയൺ ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ലൈനിങ് പീസ് വെക്കാം. ലൈനിങ് പീസ് ഞാൻ ഈ സെയിം ഫാബ്രിക് തന്നെയാണ് കേട്ടോ എടുത്തത്. അതിൻ്റെ മുകളിൽ മെയിൻ പീസ് വെച്ചിട്ട് ഫസ്റ്റ് നമുക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കാം. അതിനുശേഷം ഈ ക്യാൻവാസിൽ തട്ടാതെ ഇതിൻ്റെ സൈഡിലൂടെ ഫുൾ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി 1/2 ഇഞ്ചസ് വിട്ടിട്ട് ഇതിൻ്റെ സെൻറ്ററിലെ ഈ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം. സ്റ്റിച്ചിലൊന്നും കൊള്ളാതെ ഇതുപോലെ ചെറുതായിട്ട് നമുക്ക് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ടതിന് ശേഷം പ്രസ്സിങ് സ്റ്റിച്ചും കൂടി കൊടുക്കാം. അപ്പോൾ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇൻവിസിബിൾ സിബ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ലോങ് സിബാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വലിയ സിബ് വെച്ചിട്ട് ചെയ്യാനായിട്ട് കസ്റ്റമർ പറഞ്ഞതുകൊണ്ടാണ് വലിയ സിബ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് താഴെ നിന്നാണ് ഇതുപോലെ ഓപ്പൺ വരുന്നത്. അപ്പോൾ നമുക്ക് താഴത്തെ പോർഷനിൽ നിന്ന് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കാം. അതിനുശേഷം ആ ഒരു പോർഷനിൽ പിൻ ചെയ്ത് കൊടുക്കാം. 1/2 ഇഞ്ചസ് കഴിഞ്ഞിട്ട് ലോക്ക് വരില്ലേ, ആ ലോക്ക് മുതലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനുള്ളത്. ഓക്കെ, അപ്പോൾ ആ അലവൻസ് വരുന്ന പോർഷൻ ഇതിൻ്റെ ക്ലോത്തിൻ്റെ പുറത്തേക്ക് ഇട്ടിട്ട് വേണം നമുക്ക് ഇതുപോലെ പിൻ ചെയ്യാനുള്ളത്. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ജസ്റ്റ് ലൈൻ വരച്ചിട്ട് വേണം ഇതുപോലെ പിൻ ചെയ്യാനുള്ളത്, ഇല്ലെങ്കിൽ വളഞ്ഞു പോവും. അപ്പോൾ ഇതുപോലെ നീറ്റായിട്ട് നമുക്ക് പിൻ ചെയ്തെടുക്കാം. 2 സൈഡും സിബിൻ്റെ 2 സൈഡിലും നമുക്ക് പിൻ ചെയ്തെടുക്കാം. സിബ് വെക്കാൻ അറിയാത്തവർ നമ്മൾ പഴയ ക്ലോത്തിലൊക്കെ വെച്ച് പഠിച്ചിട്ട് വേണം നമ്മൾ പുതിയ ക്ലോത്തിലൊക്കെ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ പല മെത്തേഡ് നമുക്ക് ഈ സിബ് അറ്റാച്ച്മെൻറ്റിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏതാണ് എളുപ്പം എന്ന് നോക്കിയിട്ട് അത് നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഫൂട്ടൊന്ന് മാറ്റി കൊടുക്കാം. ഞാനിവിടെ സിംഗിൾ ഫൂട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമുക്ക് ഫൂട്ട് മാറ്റാം. ഇനി നമുക്ക് ഓരോ പിന്ന് മാറ്റിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരാം. താഴെ വരെ
കുത്തിയിട്ട് 1/2 ഇഞ്ചിന് തൊട്ട് മുമ്പ് വെച്ചിട്ട് നമുക്കൊന്ന് ലോക്ക് ചെയ്ത് നിർത്താം. സിബിൻ്റെ പോർഷനിൽ ഡബിൾ സ്റ്റിച്ചാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് സിബിൽ ചേർക്കാതെ ഒരു സ്റ്റിച്ചും പിന്നെ സെക്കൻഡായിട്ട് ചേർത്ത് ഒരു സ്റ്റിച്ചും, അങ്ങനെ ഡബിൾ സ്റ്റിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. സിംഗിൾ സ്റ്റിച്ച് ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് പൊട്ടിപ്പോവും, അങ്ങനെ ഇഷ്യൂ വരുന്നതുകൊണ്ട് ഫസ്റ്റ് ഇതുപോലെ ചെറിയൊരു സ്റ്റിച്ച് കൊടുക്കുക, പിന്നെ സിബിൽ ചേർത്തിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക, അങ്ങനെ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. സിബിൻ്റെ സ്റ്റാർട്ടിങ് എവിടെയാണോ അവിടെ വരെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കാം, കറക്റ്റ് ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സിബ് ഇവിടെ നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടേ. ഇനി ഇതിൻ്റെ ബാലൻസ് പീസ് ഇതിനകത്തൊരു ഹോളുണ്ട്, ആ ഹോൾ വഴി ഇതുപോലെ ഒന്ന് എന്തെങ്കിലും സാധനം ഇട്ട് കുത്തിയാലും മതി, അല്ലെങ്കിൽ ജസ്റ്റ് പുറത്തേക്ക് തള്ളുമ്പോഴത്തേക്ക് പുറത്തേക്ക് വരും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ബാക്കി വരുന്ന പോർഷൻസ് കട്ട് ചെയ്ത് കൊടുക്കാം. സിബ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പോർഷൻസ് ലോക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഈ ഹോളാണ് നമ്മളിപ്പം ഈ സിബ് പുറത്തേക്ക് എടുത്തത്. ഇനി ഈ ഹോള് നമുക്ക് ഇതുപോലെ ഒന്ന് ക്ലോസ് ആക്കി കൊടുക്കാം, നമുക്കൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ടാക്ക് ചെയ്ത് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് വീണ്ടും ഒന്നും കൂടി ലോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സിബ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. 2 സൈഡിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. നെക്ക് വിഡ്ത്ത് 2 ഇഞ്ചസും ലെങ്ത് 4 ഇഞ്ചസും നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതനുസരിച്ച് എടുക്കാം. അത് നമുക്ക് ഫിനിഷ് ചെയ്യാം. ലൈനിങ് ഞാൻ സെയിം മെറ്റീരിയൽ തന്നെയാണ് എടുത്തത്. ലൈനിങ്ങിൻ്റെ മുകളിൽ മെയിൻ പീസ് വെച്ചിട്ട് ഇതുപോലെ നെക്ക് നമുക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു പ്രസ്സിങ് സ്റ്റിച്ചും കൂടി കൊടുക്കാം. അതിനുശേഷം ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. നല്ല വശവും കൂടി ചേർത്തിട്ട് ലൈനിങ് മുകളിലേക്ക് വെച്ചിട്ട് നമുക്കിതുപോലെ ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. നമുക്ക് നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവിന് ഞാൻ ലൈനിങ് ഒന്നും ഇട്ടിട്ടില്ല, അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് ലൈനിങ് ഇട്ട് കൊടുത്തിട്ടില്ല. സ്ലീവ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഡബിൾ സ്റ്റിച്ചാണ് ചെയ്യാനുള്ളത്. ലോക്ക് ചെയ്തില്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഡബിൾ സ്റ്റിച്ച് മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ അറ്റാച്ച് ചെയ്യാനായിട്ട് ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോർഷൻ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു പ്രസ്സിങ് സ്റ്റിച്ചും കൂടി കൊടുക്കാം. നമ്മൾ ഇതുപോലെ അറ്റാച്ച് പീസൊക്കെ ചെയ്യുമ്പോൾ ജസ്റ്റ് പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. വാഷിംഗ് മെഷീനിലൊക്കെ ഇടുമ്പോഴത്തേക്ക് പെട്ടെന്ന് കീറിപ്പോവും. അപ്പോൾ അത് ഡബിൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരില്ല. ഇനി നമുക്കത് സ്കേർട്ടിലേക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഈ ഒരു പോർഷനിൽ നമ്മൾ പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ പോർഷനിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വള്ളി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്ലീവിൻ്റെ ബോട്ടം പോർഷൻ നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം സ്ലീവിൻ്റെ എൻഡ് മുതൽ താഴെ വേസ്റ്റിൻ്റെ പോർഷൻ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു സൈഡ് മാത്രം നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം, ഒരു സൈഡ് ഹാഫ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കാം. സ്കേർട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് സ്കേർട്ട് നല്ല വശവും കൂടി ഇതുപോലെ ചേർത്ത് വെക്കാം. അതിനുശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം. സിബിൻ്റെ പോർഷനിൽ നന്നായിട്ട് ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുക്കണേ. സിബ് കുറച്ച് മുകളിലോട്ടാക്കിയിട്ട് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാൻ. അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് ഫുള്ളായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ സൈഡ് പോർഷൻ, ബാക്കി വരുന്ന പോർഷൻ വള്ളി വെച്ചിട്ട് താഴെ ബോട്ടം പോർഷൻ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എക്സ്ട്രാ സ്കേർട്ടിൻ്റെ പോർഷനിൽ എന്തെങ്കിലും വരുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് താഴെ ബോട്ടം പോർഷൻ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫസ്റ്റ് ഞാനത് നന്നായിട്ട് സ്റ്റിച്ച് ലെങ്ത് റെഗുലേറ്റർ കൂട്ടി വെച്ചിട്ട് സ്പീഡായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ചെറുതായിട്ടൊരു മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണേ. അതിനുശേഷം നമ്മൾ രണ്ടാമത് വീണ്ടും ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല ഫ്ലെയർ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.